അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസ്ഥാന മാതാവ് നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ.
കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ. പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനമില്ലേ, ദൈവജ്ഞാനം, മാതാവിന് സിസ്റ്റർ വിശ്വനൊക്കെ പറയത്തില്ലേ, ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ മനസ്സ് പ്രീലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിലെന്താണ് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അത് കുറേ നാൾ പ്രെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവരം കിട്ടും. അപ്പോൾ അതായത് പൗലോസ് പറയുന്നുണ്ടേ, ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നെന്ന്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. 1 Corinthians 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ അനുഭവജ്ഞാനമല്ല. ഇപ്പം ചില അനുഭവം ഉണ്ടാക്കുന്നു. പ്രായോഗികമായി ജ്ഞാനത്തിൽ കുറേ പരിചയം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം അതല്ല, അത് ഭൗതികമായി. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു, ദൈവത്തോട് യോജിക്കുന്നവൻ ആത്മാവിനോട് യോജിക്കുന്നു. ഇപ്പം നമ്മൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് കഴിയുമ്പോൾ ഒരു ആധ്യാത്മിക വ്യാപാരമാണത്. ആ വ്യാപാരത്തിലൂടെ ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് ആത്മാവുമായിട്ട് നമ്മൾ യോജിക്കുന്നു. 1 Corinthians 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ. അപ്പോൾ അത് സാധ്യമാണത്. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ഏകാത്മാവായി തീരുന്നു. കാര്യം എന്താ വെച്ചാൽ ദൈവം ആത്മാവായത് കൊണ്ടാണ്. അപ്പം അതിൻ്റെ വിഷയത്തിൽ അപ്പം നിങ്ങൾക്ക് അത് ഏകാത്മാവായി തീരണമെങ്കിൽ ഓക്സിജൻ വലിച്ചു വിടണമെന്ന് ചോദിക്കും. ചില ആൾക്കാർക്ക് യോഗ എടുത്തിട്ട് വലിച്ചു കയറ്റിയിട്ട് കർത്താവ് അകത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പുറത്ത് പോകണം പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത്. അതേ അഭ്യാസം. അങ്ങനെ എന്തുമാത്രം തലമുറകൾ പറ്റിക്കപ്പെട്ട് ശരിക്കാം. അതല്ല സംഭവം. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണ്. ഓക്കെ. ഇനി ഈ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്നിട്ട് മധ്യസ്ഥം വഹിക്കുന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമ 8:27 ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഇനി രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവഹിതം അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നയിക്കപ്പെടുന്നില്ലേ, അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 8:14 റോമ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്. അപ്പം ദൈവാത്മാവ് നയിക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നേരത്തെ നമ്മൾ കണ്ട് ദൈവഹിതം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതം അനുസരിച്ച് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം എവിടെ നിന്ന് കിട്ടും? നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും, പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും, പിന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് കിട്ടും, സുപ്പീരിയേഴ്സിൻ്റെ വഴിനടത്തലിൽ നിന്ന് കിട്ടും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവഹിതം നമുക്ക് കിട്ടും. അപ്പോൾ അത് വഴി തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു
ലെവലിൽ നമ്മൾ ആധ്യാത്മികത ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകണം എന്നേ ഉള്ളൂ. പരമാവധി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബയോ വേസ്റ്റ് വായിക്കില്ലേ, ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ ബയോ വേസ്റ്റ്, മനുഷ്യനുണ്ടാക്കുന്ന വേസ്റ്റുകൾ, ചോറ്, അതേപോലെയുള്ള എല്ലാ സംഭവങ്ങളും, അതായത് അലിഞ്ഞു പോകുന്ന മിനറൽസും അടങ്ങിയിട്ടുള്ള ബയോ വേസ്റ്റുകൾ. ഈ ബയോ വേസ്റ്റുകളെ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ബയോ വേസ്റ്റുകളുണ്ടാകും. പ്രാർത്ഥന ഏറ്റവും വലിയ, അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ ജ്ഞാനമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയാണ് പ്രാർത്ഥന ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ ബയോ വേസ്റ്റുകൾ കുറക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാർ ഒരു സമയത്ത് കട തുടങ്ങി. അപ്പം എനിക്കൊരു മനുഷ്യനറിയാം. ആ മനുഷ്യൻ ആദ്യം കട തുടങ്ങി, പീഡിയക്കട. അത് 5-6 കൊല്ലം നാട്ടുകാർ, എൻ്റെ നാട്ടിൻപുറത്തൊക്കെ അറിയാടിയാണ്. അത് നാട്ടുകാർ കൊണ്ടുപോയി പറ്റുപുസ്തകം ബാക്കിയും കട അടക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇത് തുടങ്ങി. അതാണ് പീഡിയക്കട ചായക്കടയാക്കി. അത് 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് കുറേ നാട്ടുകാർ കൊണ്ടുപോയി, പുള്ളി കടത്തിലായി. പിന്നെ പുള്ളി കൃഷി ചെയ്ത്, പിന്നെ പുള്ളി പന്നി വളർത്തൽ ചെയ്ത്, ഇങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്ത് ഇതിനകത്ത് എല്ലാം അവസാനപരമായി ബയോ വേസ്റ്റ് കൂടും. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കടക്കാരാകുകയും കട തന്നെ കിടക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മളെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും നോൺ ക്രിസ്ത്യൻസിൻ്റെ രീതിയിലാണ് നമ്മൾ വിഷയങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന ഒരു വിഷയമുണ്ടല്ലോ, അതെന്ന് പറയണത് നമ്മൾ ഇപ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നീ ഉപദേശിക്കുന്നില്ലേ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഇതെല്ലാം ഒരുമിച്ച് വായിക്കേണ്ട സംഭവമാണ്. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ഉപദേശിക്കാന്ന് കർത്താവ് പറഞ്ഞപ്പോ നമ്മളെന്താ പറയണത്, എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട, എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാണ് പ്രാർത്ഥനയിൽ പറയണത്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ കാര്യം ദൈവത്തിന് വെക്കത്തില്ലേ. കാര്യം ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം, നിൻ്റെ മക്കളെ എവിടെ പഠിപ്പിക്കണം, നീ എന്ത് ചെയ്ത് ജീവിതം പോറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളെന്താ പറയണത്, എനിക്ക് വലിയ ഉപദേശം കേൾക്കണ്ട, എൻ്റെ ആൻറ്റിയുടെ മോളെ കാനഡയിൽ പോയി, എനിക്ക് അവിടെ പോയാൽ മതി എന്നാ പറയണത്. അപ്പം എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാ പറയണത്. ഇത് അങ്ങനെ ഒരു ജടിക ലോകം ഉണ്ട്. ശരിക്കും ഇവർ ബയോ വേസ്റ്റ് ഉണ്ടാക്കും. അവർ കുറച്ച് കഴിഞ്ഞാൽ നിലയം പിടിച്ച് വരും. കാനഡ അവർ ഏജൻറ്റ് 4 ലക്ഷം പറ്റിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറയണത്. അവിടെ ചെന്ന് പറഞ്ഞു, അയ്യോ വിസ പുതുക്കി കിട്ടണില്ലെന്ന് പറയും. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വിസ പുതുക്കത്തില്ല, നാട്ടിൽ വന്ന് പെട്ടിക്കട തുടങ്ങേണ്ടി വരും. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആദ്യമേ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിന് ഈ നമ്മളിങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തോട് പറയണതേ. മറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പ്രെയർ ചെയ്ത് പോകുമ്പോൾ നീ നടക്കേണ്ട വഴി, ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടാൽ മതിയാവും. ഓരോ മനുഷ്യനെ ദൈവം എങ്ങനെ എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണമെന്നുള്ളത്, എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഞാൻ കേട്ടതേ, ഇവരാണ് എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവർ 3 ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്ത് 1 കൊല്ലം കാത്തിരുന്ന് വേസ്റ്റായി. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്. ആത്മീയമായ ഭാഷ ബയോ വേസ്റ്റ്. അതാണ് കാശ് പോയില്ലേ. ദിവസവും
ആ ദിവസം മുഴുവൻ, ആ ഒരു വർഷം മുഴുവൻ പോയി. അത് ബൈ വേസ്റ്റ്. അപ്പോൾ ഇവരെന്നെ ഇവർ ഉടമ്പെടുത്ത ആൾ തന്നെയാണ്. പക്ഷെ ഇവർ പറയണത്, ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ വേറെ എന്തെല്ലാം കണ്ടൻറ്റുകൾ ഞാൻ കണ്ട് സമയം കളയണം. അപ്പോൾ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോഴെനിക്ക് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ കർത്താവ് എനിക്ക് ഏജൻസികൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാറ്റിയിട്ട് ഡയറക്റ്റ് എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യമുള്ള ഹോസ്പിറ്റലുമായിട്ട് എന്നെ കണക്ട് ചെയ്തത്. അപ്പോൾ അതാണ് സംഭവം. ഒരു കൊല്ലം വേസ്റ്റ് ചെയ്തതാണ്. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറഞ്ഞത്. ഒരു കൊല്ലം വേസ്റ്റായി. കർത്താവ് എന്നിട്ട് അവൾ പറഞ്ഞാൽ അപ്പം തന്നെ അവളെ പാക്ക് ചെയ്ത്. അത് സത്യസന്ധമായ അവളെ ഉടമ്പടി എടുക്കാഞ്ഞിട്ടല്ല, ഉടമ്പടി ഉഴപ്പി ജീവിച്ചിട്ടാണ് ആ ഒരു കൊല്ലം അങ്ങനെ പോയത്. ഉടമ്പടി എടുക്കുന്നതിലല്ല, ഉഴപ്പാതിരിക്കുന്നതിലാണ് അതിൻ്റെ ബലമിരിക്കണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്കുള്ള ഓഫറാണത്. എന്താണ്? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം. പിന്നെ എന്താണ്? നടക്കേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം, വരാതിരിക്കുന്ന കാര്യം നിനക്ക് പറഞ്ഞു തരാം. അതൊക്കെ എല്ലാം പറഞ്ഞ് ഇപ്പം ദൈവത്തിന് ഈ ഓഫർ, നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വരെ ഓഫർ നോക്കും. ഉണ്ടാകട്ടെ. പരിശുദ്ധ ദേവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് നിമിഷ. ഞാൻ കണ്ണൂർ ഉളിക്കൽ സെൻറ്റ് ജൂഡ് ദേവാലയംഗമാണ്. വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഞാനിന്ന് എൻ്റെ 6ാമത്തെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ സാക്ഷ്യം പറഞ്ഞതാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയിലൂടെ കടന്നു പോയതും മൈഗ്രെയിൻ മാറിയതും ഒക്കെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ഇന്ന് എനിക്ക് മാതാവ് തന്ന, ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന 4 രോഗസൗഖ്യങ്ങളും മറ്റനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ നോർമൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് വരുമായിരുന്നു ഇടയ്ക്ക്. ആദ്യം ഇടയ്ക്കിടയ്ക്കായിരുന്നു, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി. ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, കാരണം എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ മടിയായിരുന്നു. ഞാൻ ആരോടും ചോദിച്ചില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചു, ആരോടും പറഞ്ഞില്ല, അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും തന്നെ പരിശുദ്ധമായിട്ടുള്ള തൈലവും തേനും ഉപ്പും ഞാൻ എപ്പോഴും എടുക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എടുക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈശോയ്ക്ക് നന്ദി. 2ാമതായിട്ടുള്ള രോഗസൗഖ്യം, എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ താഴെ ചെറുതായിട്ടൊരു സ്വെല്ലിങ്ങും ഡിസ്കളറേഷനും വന്നു. ഞാൻ ഒത്തിരി ഭയപ്പെട്ടു പോയി. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ ഒത്തിരി രോഗികളുടെ അവസ്ഥകൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി പരിശോധിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയോട്, പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാനൊരു ഡോക്ടറെ പോയി കാണില്ല, എൻ്റെ ഫാമിലി ഫിസിഷ്യനായിട്ട് അമ്മ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം, അമ്മ എനിക്കത് മാറ്റിത്തരണം. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയുടെ സമയത്തും ഞാൻ വിശുദ്ധ തൈലം കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അറിയാതെ അത് അവിടെ നിന്ന് മാറിപ്പോയി. മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു, ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം മേടിച്ച് തന്നതിനെ ഓർത്ത്. 3ാമത്തെ രോഗസൗഖ്യം, എനിക്കൊരു 2 ആഴ്ചയായിട്ട് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും, മോഷൻ പോവുക, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂ ആണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഉപ്പ്, ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് കഴിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാൻ ഒത്തിരി ഭയപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എനിക്കറിയാം, ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്യും, CT സ്കാൻ സജസ്റ്റ് ചെയ്യും. എങ്കിലും ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഞാൻ കാണിച്ചു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, മെഡിസിൻ നീ കഴിക്കണം, ഒരു 2 ആഴ്ച മോണിറ്റർ ചെയ്യാം, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എനിക്കറിയാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ആണെന്നുള്ളത്. മരുന്ന് കഴിച്ചു, സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എനിക്കത് കുറഞ്ഞില്ല. പക്ഷേ അപ്പോഴും ഞാൻ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഭയം കാരണം തന്നെ എനിക്ക് ഒത്തിരി മാതാവിനോട് ചില സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു. എനിക്ക് അതുപോലൊരു പേടി, കാരണം ഭയം കാരണം തന്നെ എൻ്റെ സിംറ്റംസ് കൂടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് തന്നെ പരിശുദ്ധ അമ്മ ശക്തിപ്പെടുത്തിയത് സാക്ഷ്യങ്ങളിലൂടെയാണ്.
അപ്പം ഞാൻ എപ്പോഴും ഒരു ദിവസം 1-2 അല്ലെങ്കിൽ അത് കൂടുതലോ സാക്ഷ്യം വെച്ച് കേൾക്കുകയും അത് ഷെയർ ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു. ഇതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നു, ഡോക്ടർ എൻഡോസ്കോപ്പി പറഞ്ഞു, അതിനകത്ത് നോർമലാണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ വേറൊരു ചേട്ടൻ്റെ സാക്ഷി ഞാൻ കേട്ടു, ഇതുപോലെ പ്രശ്നം വന്നു, ഡോക്ടർ CT സ്കാൻ സജസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ഡോക്ടറെ ഇനി പോയി കാണില്ല, ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിലൂടെ എനിക്ക് ഈശോ തന്ന സന്ദേശം, നിനക്കൊരു കുഴപ്പമില്ല, നീ എൻഡോസ്കോപ്പി ചെയ്താലും CT ചെയ്താലും നിൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത് നോർമലായിരിക്കും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ തന്നെ അറിയാതെ ആ പ്രശ്നം എനിക്ക് അത് മാറിപ്പോയി. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. അതിനുശേഷം എനിക്ക് മോഷൻ പോകുന്ന സ്ഥലത്ത് ചെറുതായിട്ടൊരു ഗ്രോത്ത് പോലെയും ഭയങ്കര പെയിനും ഒരു എരിച്ചിൽ പോലെയൊക്കെ വന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, നീ അത് ഓയിൽമെൻറ്റ് പുരട്ടുക, അതിന് ശേഷം അത് കുറഞ്ഞില്ല എങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതും പ്രാർത്ഥിച്ചു. അതും എനിക്ക് മാതാവ് ഒരു കുഴപ്പമില്ലാതെ, ഒരു സർജറിയുടെയോ ഒന്നിൻ്റെയോ ഒരാവശ്യമില്ലാതെ എനിക്കത് മാറ്റി തന്നു. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഈ 4 രോഗസൗഖ്യങ്ങളും കിട്ടിയപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയാണ് എൻ്റെ ഡോക്ടർ, അമ്മയാണ് എൻ്റെ ഫാമിലി ഫിസിഷ്യൻ. അമ്മയ്ക്ക് പരിശുദ്ധ കുമാരനിൽ നിന്ന് മേടിച്ച് തരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു രോഗസൗഖ്യങ്ങളും ഇല്ലാതില്ല. അതുകൊണ്ട് അമ്മ തന്നെ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഈ 4 രോഗസൗഖ്യങ്ങളും ഒരു കുഴപ്പമില്ലാതെയാണ് മാതാവ് എനിക്കത് എടുത്ത് മാറ്റി തന്നത്. ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടേഴ്സ് നല്ലൊരു ടീമാണ്. എനിക്ക് ആ ടീമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ഒത്തിരി കാര്യപ്രവർത്തനങ്ങൾ ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അവരെല്ലാം കൂടി ഒരു ഹോസ്പിറ്റലിലോട്ട് മാറുന്നതായിട്ടൊരു സിറ്റുവേഷൻ വന്നു. അപ്പം ഞാനിവിടെ 5ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗം എഴുതി. ഒരിക്കലും ഇപ്പോൾ ഒരു 3 ഉടമ്പടിക്ക് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഭൗതികമായിട്ടുള്ള ഒന്നും എഴുതാറില്ല. എല്ലാം ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നന്നായി ചെയ്യണം, പരിശുദ്ധാത്മാവിനെ ലഭിക്കണം, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം, അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണം, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതാറുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ അതും എഴുതും. അന്ന് ഞാൻ എൻ്റെ നിയോഗം എഴുതി, അമ്മയുടെ ഇഷ്ടം നടക്കണം, അമ്മ എവിടെയാണ് എനിക്കൊരു ജോലി തരുന്നതെന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല സാലറിയോട് കൂടെ തന്നെ എൻ്റെ ഈ സെയിം ഡോക്ടേഴ്സിൻ്റെ കൂടെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് എനിക്ക് പോകാനുള്ള ഒരു അവസരം മാതാവ് തന്നു. എനിക്ക് ജാനുവരി 1 പുതിയ ഹോസ്പിറ്റലിൽ കയറണം. അതേ ടീമിൻ്റെ കൂടെ ഒരു കുഴപ്പമില്ലാതെ മാതാവ് എനിക്കത് സാധിച്ചു തന്നു. അതുപോലെ തന്നെ മാറുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഹൗസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചു. ഒരു 1.5 മാസം 2 മാസം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. എനിക്കൊന്നും കിട്ടിയില്ല. കാരണം വാടക എല്ലാം നോക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ഡേ കെയർ, എനിക്ക് അടുത്തൊരു പള്ളി വേണം എന്നൊക്കെയുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് പള്ളി പോകാൻ സാധിക്കില്ല. പക്ഷേ സാറ്റർഡേയ്സ് സൺഡേയ്സ് ഞാൻ മാക്സിമം എൻ്റെ ജോലിയുടെ സൺഡേയ്സ് എനിക്ക് വർക്കില്ല, സാറ്റർഡേയ്സ് എനിക്ക് വർക്കുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ വർക്കെല്ലാം മാറ്റി വെച്ച് ഞാൻ അതിൻ്റെ കുർബാനയിൽ പങ്കുചേരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെങ്കിലും എനിക്ക് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു വീട് പോയി കണ്ടു. പക്ഷേ ഞാൻ ഒത്തിരി റെൻറ്റ് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പരിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഇട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അമ്മ എനിക്കിത് തന്ന് അനുഗ്രഹിക്കണം, അമ്മ ഇവിടം വിശുദ്ധീകരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ഡേ കെയർ ഉണ്ട്, പള്ളിയുണ്ട്, അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാൻ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയല്ല ഞാൻ ചെയ്തത്, മാതാവിൻ്റെ ഇഷ്ടം അവിടെ നിറവേറണം എന്നാണ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാതാവ് ആ വീട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയുമാണ് ഈശോ എനിക്ക് നൽകി, മാതാവ് എനിക്ക് ഈശോയോടെ വാങ്ങിച്ചെന്ന അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ തന്നെ മോസ്റ്റ്ലി എല്ലാവരും തന്നെ നോൺ ക്രിസ്ത്യൻസ് ഒക്കെയാണ്. ക്യാൻസർ പേഷ്യൻസിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഞാൻ പത്രം കൊണ്ടുപോയി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇരുന്ന് അവരോട് ആദ്യമൊക്കെ പത്രം ചുമ്മാ കൊടുക്കുമായിരുന്നു, എനിക്ക് അത്ര അറിവില്ലാഞ്ഞതുകൊണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ അടുത്ത്. അവർക്കൊരു വിശ്വാസം വരുന്ന രീതിയിൽ. കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉണ്ട് ക്യാൻസർ രോഗികളായിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞ് വിശ്വാസപ്രമാണം ചെയ്ത് തൈലം പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറയും, നീ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, പരിസരത്ത് നോക്കാറില്ല. ചില സമയത്ത് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പേർക്ക് സൗഖ്യങ്ങളെ കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ എനിക്ക് പോയി ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ
മുമ്പൊക്കെ ജസ്റ്റ് ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കാരുണ്യ പ്രവൃത്തി എന്താണ്, കാരുണ്യത്തോടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ മാസവും എനിക്ക് ഈശോ തരുന്ന ശമ്പളത്തിൽ നിന്ന് അതിൽ നിന്നൊരു ഭാഗം മാറ്റിവെച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം തിരിയിൽ റോസാപ്പൂവായിട്ടും ഹൃദയത്തിൻ്റെ രൂപമായിട്ടും മഴവില്ലൊക്കെ ആയിട്ട് ഒക്കെ എനിക്കിങ്ങനെ അത് കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ, എനിക്കൊരു പേടിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്ക് എപ്പോഴും പരിശുദ്ധാത്മാവ് വചനങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഒന്ന്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് അങ്ങനെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഞാനതിവിടെ മുമ്പ് സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം പറയുന്നത്, അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്കൊന്ന് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല, അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്ധികളായിരിക്കും, അവരുടെ സന്ധികളും അവരാൽ അനുഗ്രഹീതമാകും. ഈ വചനം എനിക്ക് കിട്ടിയതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും രാത്രിയും കുഞ്ഞിന് വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചെല്ലുന്നതിന് ശേഷം ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് ഞാൻ ഈ വചനം പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്ലാറ്റിൽ ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ആ ഒരു ചേട്ടൻ ആരും സഹായിക്കാനില്ലാണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കേണ്ട ഒരവസ്ഥ, ഒരു റൂമിലായിപ്പോയി, അടച്ചുപോയി. പക്ഷെ തുറന്നു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഭയമായി. കാരണം ഞാനും ഹസ്ബൻഡ് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ പ്രായമായിട്ടുള്ള എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അമ്മ മാറിയാണ് കുഞ്ഞിനെ നോക്കാൻ വരുന്നത് ബാംഗ്ലൂർ. അപ്പം അവർക്കൊരു സഹായം വന്നാൽ, ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരും അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാകുമോ, അങ്ങനെ ഒരു ഭയം വന്നു എനിക്ക്. അപ്പോൾ എനിക്ക് വന്ന വചനമാണ് നിൻ്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിൻ്റെ വലത്തുവശത്ത് 10,000 എങ്കിലും നിനക്ക് അനർത്ഥവും സംഭവിക്കുകയില്ല. അപ്പോൾ ആ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി, ആര് കൂടെ ഉണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആര് നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബോധ്യം നൽകി ഞാൻ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ നാണക്കേടൊന്നുമില്ല. പക്ഷേ അക്രൈസ്തവരുടെ ഇടയിൽ കൊടുക്കുമ്പോൾ അവരതെങ്ങനെ, അവിടെയുള്ള ആൾക്കാർ അത് എടുക്കും, എങ്ങനെ ഒരു ഭയമുണ്ടായിരുന്നു. അപ്പം അന്നേരം എനിക്ക് കിട്ടിയ വചനമാണ്, നീ അവരെ ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ കൂടെ വരുന്നത്, ഞാനാണ് എൻ്റെ ദൈവം. അപ്പോൾ ഈ വചനം പറഞ്ഞാണ് ഞാൻ അവരുടെ അടുത്ത് പോകുന്നത്. അതുപോലെ തന്നെ രോഗാവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം വരില്ല എന്നിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹിച്ചെൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പരിശുദ്ധ കുർബാനയിലൊക്കെ ഞായറാഴ്ചകളിൽ ചില സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് ശരിക്കും നിന്ന് പ്രാർത്ഥിക്കാനുള്ള അവസ്ഥ ചിലപ്പോൾ കിട്ടാറില്ല അവനെയും കൊണ്ട് പോകുമ്പോൾ. പക്ഷേ ഞാൻ അതിനോട് പകരം ശനിയാഴ്ച പോകും. അന്ന് ഏറ്റവും മുമ്പിൽ പോയി നിന്ന് അൾത്താരയിൽ അർത്ഥം മനസ്സിലാക്കി ഈശോയോടൊപ്പം ആയിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന, ചില സമയത്ത് 1 മണിക്കൂർ അത് മനസ്സിലാക്കി. മുമ്പൊക്കെ ബൈബിൾ വായിക്കുമെങ്കിലും അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ഇതിലോട്ടൊന്നും എനിക്ക് അത്രയും ജസ്റ്റ് വായിച്ചു പോകും എന്നല്ലാണ്ട് അത് മനസ്സിലാക്കി വായിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി വായിക്കുകയും എനിക്ക് അതിനകത്ത് നിന്ന് മനസ്സിൽ തട്ടുന്ന വചനം ഞാൻ എഴുതി വെക്കാറുമുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വചനം എപ്പോഴും ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു 18 ജപമാലയെങ്കിലും തനിയെ ഇരുന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്, കരുണയുടെ ജപമാല അല്ലാതെ ജപമാല അങ്ങനെ എപ്പോഴും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എന്നെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ ആദ്യമായി കൃപാസനം മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് കവിത. ഞാൻ വരുന്നത് വൈപ്പിൻ നായരമ്പലത്തിൽ നിന്നാണ്. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ ജോലി എന്നുള്ളത് ഒരു എയ്ഡഡ് സ്കൂളിലാണ്. എനിക്ക് ആ ജോലി ലഭിച്ചത് തന്നെ ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം ഇൻ്റർവ്യൂ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് കുറേ പൈസകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതിന് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോലി എന്നുള്ളത് വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ പൈസയുടെ ഒരു ഇത് വെച്ചിട്ട് വേണ്ടാന്ന് വെക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ വിചാരിക്കാത്ത ആളാണ് എൻ്റെ അമ്മയുടെ അനിയത്തി സ്വർണം തന്ന് എന്നെ സഹായിച്ചു. ആ പൈസ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഞാനൊരു മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ ജോലിയിൽ എനിക്ക് ഏറ്റവും വന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ, ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികളെ ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതുവരെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളുകളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ കലോത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും
വല്ലാത്ത രീതിയിലുള്ള ഒരു മാനസിക സംഘർഷമായിരുന്നു. കാരണം അന്ന് വരെ വൈപ്പിനിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതുവരെ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് വിജയിക്കാനുമൊക്കെ പറ്റിയ ഒരു സ്കൂളായിരുന്നു അത്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അധ്യാപിക സിസ്റ്ററായിരുന്നു. സിസ്റ്ററിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവർ മത്സരത്തിന് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ ചെന്നത്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വന്ന ആ ഒരു പ്രഷർ, ഞാനൊരു സാധാരണ ഒരു ഇതിൽ വളരെ ടെൻഷൻ എടുക്കുന്ന ഒരു ആളാണ്. എങ്ങനെയാണ് എൻ്റെ ആ മക്കളെ ഞാൻ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ച് ആ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഞാൻ ആ സ്കൂളിൽ ചെന്നതിന് ശേഷം ഒത്തിരി ടെൻഷൻ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും എടുക്കാനൊക്കെ. അതിൽ 3 ഐറ്റം ഞാൻ കൊണ്ടുപോയി. ആ 3ാമത്തെ ഐറ്റം ഏറ്റവും പുതിയതായിട്ട് ഇതുവരെ ആ സ്കൂളിൽ കൊണ്ടുപോകാത്തൊരു ഐറ്റം ആയിരുന്നു. ആ ഐറ്റത്തിൽ ഞാൻ ഒത്തിരി പ്രഷർ എടുത്ത് പിള്ളേരെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ട്രെയിനൊക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി. പക്ഷേ ആദ്യമായിട്ട് കൊണ്ടുപോയി ആ 3 ഐറ്റത്തിനും എനിക്ക് സബ് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചു എൻ്റെ മക്കൾക്ക്. അതിൽ UP വിഭാഗം കുട്ടികൾ 23 ടീമുകളായിരുന്നു ആ ഒരു ഇതിലുണ്ടായിരുന്നത്. എൻ്റേതായ ഒരു കഴിവോ എൻ്റെ മക്കളുടേതായ ഒരു കഴിവോ കണ്ടല്ല, എൻ്റെ അമ്മയുടെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ 22 സ്കൂളുകളിൽ പങ്കെടുത്തതിൽ 1ാമത്തെ സ്ഥാനം എൻ്റെ കുട്ടികൾക്ക് ലഭിച്ചതിൽ ഞാൻ എൻ്റെ അമ്മയോട് ഒത്തിരി നന്ദി പറയുകയാണ്. പിന്നെ ഈ സ്കൂളിൽ ജോലിന് ശേഷം അധ്യാപകർക്ക് ഒരു കൂൾ എക്സാം എന്നുള്ളൊരു എക്സാം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു സ്കിൽ എക്സാമാണ്. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരിത്. ഞാനാണെങ്കിൽ മ്യൂസിക് എന്നുള്ള ഒരു ഇത് മാത്രം പഠിച്ച ഒരാൾ. അതിൽ അസൈൻമെൻറ്റും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരുന്നു. ഈ അസൈൻമെൻറ്റ് എടുത്ത സമയത്ത് അത് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അരമണിക്കൂറൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ 3 മണിക്കൂറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. എനിക്ക് ആ ലാപ്ടോപ്പൊക്കെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാണ്. കാരണം ജയിക്കുമോ എന്നുള്ളത്. കാരണം അത് ജയിച്ചാൽ മാത്രമേ എൻ്റെ പ്രൊഫഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജയിക്കാതെ വേറെ മാർഗവുമില്ല. പഠിച്ചിട്ടാണെങ്കിൽ ഒന്നും കിട്ടാത്തൊരവസ്ഥ. ഞാൻ എങ്ങനെയൊക്കെയോ അസൈൻമെൻറ്റ് ഞാൻ ചെയ്തു, വീട്ടിലിരുന്ന് കുറേ ചെയ്തു. അന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 9-ാം തീയതി സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഞാനിവിടെ അമ്മയടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോഴല്ലേ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ ദൈവമേ ഞാൻ ആ എക്സാമിന് ജയിക്കണേ. കാരണം ഇത്രയും പൈസയൊക്കെ മുടക്കി ഞാൻ ആ ജോലി സമ്പാദിച്ചിട്ട് എൻ്റെ ഒരു കഴിവുകേട് കൊണ്ട് അത് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു താങ്ങാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അതിനുശേഷം ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് അന്ന് ഉടമ്പടി എടുക്കാൻ വന്നത്. ഇതിക്ക് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അന്നൊന്നും എനിക്ക് എന്താണ് കൃപാസനമെന്നോ അവിടുത്തെ അമ്മയുടെ ഒന്നും എനിക്കറിയില്ല. ഈ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിലോട്ട് അടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദിവസവും സ്കൂളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതിൽ അമ്മയെ പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഈ അസൈൻമെൻറ്റ് ചെയ്ത് ഇവിടെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് എൻ്റെ അത്ര നേരം എനിക്ക് ഫോണൊന്നും എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എൻ്റെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം 96% മാർക്ക്. എന്നെ സംബന്ധിച്ച് അതൊരിക്കലും എൻ്റെ കഴിവുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ആ ഒരു അസൈൻമെൻറ്റ് ശേഷം പിന്നീട് അതിൻ്റെ എക്സാം നടന്നു. എക്സാമിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ 3 മണിക്കൂറൊക്കെ എടുത്ത് ഒരു അസൈൻമെൻറ്റ് ഒരു മൊഡ്യൂൾ ചെയ്യണം. ഞാൻ 6 മൊഡ്യൂള് 2 മണിക്കൂർ കൊണ്ട് തീർക്കണം. ഞാൻ ആ എക്സാമിന് കയറിയിരുന്നതിന് ശേഷം എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന്. മൗസൊക്കെ പിടിക്കുമ്പോൾ സ്ക്രോളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പേടിയുണ്ട്, എപ്പോഴും എൻ്റെ കൈവിറക്കുക. പേടിയുണ്ട് അതൊക്കെ തെറ്റിപ്പോവുക. ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് വരെ തെറ്റിപ്പോണ ആ അവസ്ഥയിൽ അമ്മയല്ലാതെ വേറെ ഒരാളും എന്നെ സഹായിച്ചിട്ടില്ല. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ 6 കാര്യങ്ങൾ നമ്മൾ വെക്കുമെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മ എന്നെ ഈ എക്സാമിന് ജയിപ്പിക്കണേ, എൻ്റെ ഈ പരീക്ഷയിൽ എന്നെ ജയിപ്പിക്കണേ എന്നാണ്. അത് അമ്മ വളരെ എൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ എന്തൊക്കെയോ കൊണ്ട് എല്ലാവരുടെയും ഇതുകൊണ്ട് അത് സാധിച്ചു. ഇതാണ് എനിക്ക് വരാൻ പറ്റുന്ന 1ാമത്തെ അനുഭവം. 2ാമത്തെ ഞാൻ ആദ്യം പറഞ്ഞു, കുട്ടികളെ ആ കലോത്സവത്തിൽ പങ്കെടുത്തത് ആദ്യമായിട്ടാണ്. 17 വർഷത്തോളം ഞാൻ പല സ്കൂളുകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ സ്ഥിരമായിട്ട് നിന്ന് പഠിപ്പിച്ച് എൻ്റെ മക്കളെയും കൊണ്ട് പോകുന്നത്. ഇതുവരെ ഞാൻ
കുട്ടികളെ കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു 1-ാം സ്ഥാനം എന്നുള്ളത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് ആ 3 ഐറ്റത്തിന്, ഞാൻ കൊണ്ടുപോയ ആ 3 ഐറ്റത്തിനും ആ ഒരു 1-ാം സ്ഥാനം കിട്ടിയത് എൻ്റെ അമ്മയുടെ ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനിപ്പോൾ ചെയ്തു വന്നത് വലുതായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന ഇതിൽ എൻ്റെ ജോലി സാലറിയൊക്കെ ഒന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെപ്പോൾ പാസ്സാവുമെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊന്നും എനിക്ക് ഒരു വരുമാനമില്ലാത്ത ആളാണ്. എങ്കിലും എന്നാൽ കഴിയാവുന്ന രീതിയിൽ രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവൃത്തികളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് കിട്ടിയ ഒരു കെട്ട് പേപ്പർ അത് ഞാൻ കൊടുത്തത് എൻ്റെ സ്കൂളിലുള്ള അധ്യാപകർക്ക് തന്നെയാണ്. പിന്നെ അടുത്തുള്ളവർക്കും എൻ്റെ അമ്മയ്ക്കുമാണ് കൊടുത്തത്. പക്ഷേ പിന്നീട് കൂടുതൽ അച്ഛൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അത് വേണ്ടപ്പെട്ട ഏറ്റവും കിട്ടേണ്ട ആൾക്കാർക്കാണ് അത് കിട്ടേണ്ടതെന്നുള്ളത്. സ്കൂളിലെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിശ്വാസത്തിലുള്ള ആൾക്കാരാണ്. പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആളുകൾ കാണും. അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ അവർ പറയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയും അത് സാരമില്ല, ഇത് ഒരെണ്ണം കൂടി വെച്ചോളൂ എന്നുള്ളത്. പക്ഷെ പിന്നീട് ഞാൻ അച്ഛൻ്റെ കുറേ സ്പീച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ അതിനും കൂടി വേണ്ടിയിട്ട് 2 കെട്ട് പത്രങ്ങൾ ഞാൻ വാങ്ങി. അത് ഞാൻ ഓരോ വീടുകളിലും കൊണ്ടു കൊടുക്കാനായിട്ട് എൻ്റെ അമ്മ കൃപ വഴി എനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ മാതാവിനും ഈശോപ്പയ്ക്കും നമ്മൾ ഈ വേദിയിൽ കൊണ്ടുവന്നതിന് 1000 നന്ദി. 1000 കുറവാണ്. എപ്പോഴും ഈ ജീവിതകാലം മൊത്തം നമ്മുടെ നന്ദി എപ്പോഴും ഉണ്ടാവും. എൻ്റെ പേര് ജോളി. ജെപ്സൺ എൻ്റെ ഹസ്ബൻഡ്. കുടുംബമായിട്ട് വരാനിരുന്നത്, കൊച്ചുങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അതിന് അമ്മേനോട് ക്ഷമ ചോദിക്കുന്നു. ഇന്ന് ഇവിടെ എത്തിയത് ഒരു കുറേ കാലത്തെ ആഗ്രഹം സാധിക്കാനാണ്. കുറേ പ്രാവശ്യം നമ്മളിങ്ങോട്ട് വരാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നാണത് അമ്മ മാതാവ് ആക്കി തന്നത്. അത് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് എവിടെയും പോവാതെ അമ്മ വീട്ടിലേക്ക് വരണ പോലത്തെ ഒരു വരവാണ്. അത് ഇവിടെ വന്ന് അമ്മയുടെ സ്മൈലിംഗ് ഫേസ് കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. പോരാത്തതിന് കയറി വന്നപ്പോൾ തന്നെ ഒരു മെസ്സേജ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കയറി വന്നപ്പോൾ തന്നെ എൻട്രൻസിൽ അച്ഛൻ ഇവിടെ പറയുക, ഇറ്റ് ഈസ് എ ഗ്യാരൻറ്റി ദാറ്റ് വെറെവർ യു ഗോ ഐ ആം ദെയർ എന്ന്. ഇത് മതി, ദാറ്റ് വാസ് ടു മച്ച്. ജെപ്സനും ഞാനും ഒന്നിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചിരി ചിരിച്ചു. ഓക്കെ, എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പം ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തത് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് സിസ്റ്റർ ലിസി പറഞ്ഞിട്ടാണ്. അപ്പം കൃപാസനത്തിനെ പറ്റിയൊന്നും അറിയത്തില്ല. 2017 അപ്പം ഓൺലൈൻ ഉടമ്പടി മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോണ സമയമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു സ്ഥലമുണ്ട്, ഒന്ന് ചേച്ചിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആ 90 ഡേയ്സിൻ്റെ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഫിസിക്കലി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ടി വന്നത് ഹസ്ബൻഡ് ജെപ്സനാണ്. ജെപ്സൻ്റെ ഡാഡി വയ്യാതെ ആയിരുന്നപ്പോഴാണ് ഉടമ്പടി എടുക്കേണ്ടി വന്നത്. ഉടമ്പടി എടുക്കാൻ പറ്റിയത് അത് 2022 ആൻഡ് ഈ സമയം എത്തിയപ്പം ഫ്ലാഷ് ബാക്ക് ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം 2017 തൊട്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട്. കുറേ അനുഗ്രഹങ്ങളുടെ കാലമായിരുന്നു. 2022 ഡാഡി വയ്യാതെ ഇരുന്നപ്പം ജിപ്സൺ ഇങ്ങോട്ട് വന്നു. കോവിഡിൻ്റെ സമയത്ത് ഡാഡിക്ക് വയ്യായിരുന്നു. അപ്പം അവിടുത്തെ ബോർഡർ തുറന്ന ഡേ തന്നെ March 2 അന്ന് തന്നെ ജിപ്സൺ ഇങ്ങോട്ട് വന്നു. അത് അന്ന് തൊട്ട് 6 months ജിപ്സൺ ജോലിയിൽ നിന്ന് അൺപെയ്ഡ് ലീവും പിന്നെ നോ പേ ലീവിലാണ് വന്നത്. ഞാനും കൊച്ചുങ്ങളും അവിടെ തന്നെയായിരുന്നു. അപ്പം ആ ഒരു 6 മാസം കാലം ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ആ 6 months ബ്ലെസ്ഡ് ടൈം ഓഫ് ദ ഇയർ ആൻഡ് പീരിയഡ് എന്ന് ഞാൻ പറയും. ബിക്കോസ് ഒരു പേടിയും ഒരു ധൈര്യക്കുറവും ഉണ്ടായില്ല. ആരുടെ മുമ്പിലും ഒന്നും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല, ഹെൽപ്പും വന്നില്ല. ഫൈനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടായിരുന്നു. സേവിങ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു സമയമായിരുന്നു. ആ സമയത്താണ് എനിക്ക് 2 അപ്പാരിഷൻസ് ഉണ്ടായത്. അപ്പോൾ എനിക്കറിയത്തില്ല ഇത് കൃപാസന മാതാവിൻ്റെ അപ്പാരിഷനാണ്. ആദ്യത്തേത് സ്വപ്നത്തിൽ മാതാവ് വന്നു. പക്ഷേ ആ മാതാവ് ഈ കൃപാസന മാതാവ്, ഈ ഗ്രേ ഉടുപ്പുള്ള കൃപാസന മാതാവെന്ന് എനിക്ക് അറിഞ്ഞത് ഞാൻ എൻ്റെ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അത്രയും വരെയും ഞാൻ
ബ്ലൂ കൃപാസന മാതാവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അന്ന് ഞാൻ ഈ ഗ്രേ ഇമേജ് കണ്ടപ്പം എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തു. അത് ഞാൻ സാക്ഷിയായിട്ട് പറയണം. അതല്ലാതെ ജിപ്സൺ ഇല്ലാത്ത സമയത്ത് രാത്രി നമുക്ക് ഒരു വഴിയും ഇല്ല, മതിലിൽ ഒരു വെളിച്ചം കാണാൻ വഴിയുണ്ടായി. ആ വെളിച്ചം മനുഷ്യരല്ലേ, നമ്മൾ റീസൺ ചെയ്യാൻ നോക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം ആ ബ്ലൈൻഡ്സിൻ്റെ ഇടയിൽ നിന്ന് വന്ന ലൈറ്റായിരിക്കും. ഞാൻ കൊച്ചുങ്ങളെ വിളിച്ചിട്ട് ആനിയ നിങ്ങൾക്ക് കാണണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും കണ്ടു, അവരും പേടിച്ചു, ഞാനും പേടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ലൈറ്റ് കണ്ടിട്ടില്ല. ആ ലൈറ്റ് വേറെ ദിവസം ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്, ഇല്ല. ഇറ്റ് വാസ് അറൗണ്ട് between 2 and 3. അതൊരു ഫ്രൈഡേ ആയിരുന്നു. ബിക്കോസ് നമ്മൾ മൂവിയൊക്കെ ഒരു മൂവി നൈറ്റാണ്. അപ്പോൾ ഫ്രൈഡേ മൂവി കഴിഞ്ഞ് കിടന്ന സമയത്താണ് ഈ ലൈറ്റ് കണ്ടത്. അപ്പോൾ അത് 2 അപ്പാരേഷൻസ് ഉണ്ടായേ. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടായി മാതാവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ജിപ്സൺ ഡാഡിയുടെ വയ്യായ്മയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം നമുക്ക് രണ്ടുപേർക്കും ജോലിയില്ലല്ലോ. അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാതെ ജിപ്സന് 2 ഓഫേഴ്സ് വന്നു. രണ്ടും ജിപ്സൺ പ്രതീക്ഷിക്കാത്ത ഓഫേഴ്സായിരുന്നു. അതിലേറ്റവും നല്ല ഓഫർ മാതാവ് എന്നെ തീരുമാനിക്കാൻ എടുപ്പിച്ചു. എനിക്ക് ജോലിയിലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കറിയത്തില്ല ഈ ജോലി എനിക്ക് കിട്ടുമെന്ന്, പക്ഷേ നീ കൂടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ തന്നെ ഞാൻ വർത്താനം പറയുമ്പോൾ ഭയങ്കര കാഷ്വൽ ടോക്കാണ്. ഞാൻ എൻ്റെ അപ്പനും അമ്മയുടെ കൂടെയും മിണ്ടത്തില്ല. എന്നെ അറിയണവരും എന്നെയും ജിപ്സനെ അറിയണവർക്കും അറിയാം നമ്മൾ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സാണ്. ഇങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് മിണ്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ നിൻ്റെ പേരെടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുവാണ്, ജോലി കിട്ടിയ വെൽ ആൻഡ് ഗുഡ്, അല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ ഹൈവേയിൽ വണ്ടി തന്നെ ഓടിച്ചു പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ ഒരു നല്ല പൊട്ട ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഇത് പൊട്ടിയ ഇൻ്റർവ്യൂ ആണ്, അത് ഒട്ടും കൊള്ളൂലായിരുന്നു. അന്ന് ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചു വരുമ്പം ഞാൻ മാതാവിനോട് പറയാം, ഓക്കെ നീ പറഞ്ഞു ഞാൻ പോയി, നല്ല കുളമാക്കിയിട്ടുണ്ട് കേട്ടോ, ഇനി എന്ത് വന്നാലും എനിക്കറിയാം ഇത് പൊട്ടിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അതൊക്കെ പറഞ്ഞ് ഞാൻ വന്നു. ഓൺ ദ വേ വണ്ടിയിൽ റൗണ്ട് അബൌട്ട് എത്തുമ്പം ഒരു വോയിസ്, ഇറ്റ്സ് ലൈക്ക് അതാണ് ഇപ്പോഴും എൻ്റെ ഡിസ്പ്ലേ, ഗോഡ് വിൽ നെവർ ഫർഗെറ്റ് യു, ഹി ഈസ് റിട്ടൻ യുവർ നെയിം ഇൻ ദ പാം ഓഫ് യുവർ ഹാൻഡ്സ്, ഐസയ 49:15. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇതെൻ്റെ മരിക്കും, ഇതെൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ആ ഒരു ഉറപ്പിൽ ഞാൻ വന്നു. വൈകുന്നേരം 5 o'clock ആയപ്പോൾ കോൾ, ജോളി യു ഹവ് ബീൻ സെലക്റ്റഡ്. ഞാൻ പറഞ്ഞു, ഐ യു ഷുവർ ഇറ്റ്സ് മീ? അപ്പോൾ ഈ ഡൗട്ടും ചോദിച്ചു. നോ, ഐ എം ജസ്റ്റ് ഡബിൾ ചെക്കിങ് ഇഫ് ഇറ്റ്സ് മീ. അവർ പറഞ്ഞു, യെസ് ഇറ്റ് ഈസ് യു, യു ആർ അപ്പോയിൻറ്റഡ്, ഫുൾ ടൈം ആണ് പാർട്ട് ടൈം വേണോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ജോലി കിട്ടി. അത് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് വേറെ ഒരു ജോബിന് ഓഫറും കൂടെ വന്നു. ആ ജോലി 1 year ഞാൻ ചെയ്തു, 2 years ചെയ്തു. അത് കാഷ്വലായിരുന്നു. അത് കഴിഞ്ഞപ്പം അടുത്ത ജോബ് അപ്ലൈ ചെയ്തതാണ് ഒരു മെൻ്റൽ ഹെൽത്ത് സെക്ടർ. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജിയാണ്, പക്ഷേ എനിക്ക് അതിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ ബിക്കോസ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂസ്. അപ്പോൾ എന്നെ മെൻ്റൽ ഹെൽത്ത് സെക്ടറിൽ നിന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ അവിടെ ക്രിസ്ത്യൻ കൺട്രി ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യണ ആൾക്കാരല്ല. കാത്തലിക്സും ക്രിസ്ത്യൻസാണെന്ന് പറഞ്ഞാലും അവർ ക്രിസ്മസിന് മാത്രമേ പള്ളിയിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെയാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ സെൽഫ് കെയർ എന്ന്. അപ്പം നമുക്ക് വളർന്നു വന്ന സ്ഥിതിയിൽ സെൽഫ് കെയർ എന്നൊന്നുമില്ല, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, മൈ സെൽഫ് കെയർ ഇസ് മൈ ടൈം സ്പെൻറ്റ് വിത്ത് ഗോഡ് റീഡിങ് ബൈബിൾ എന്ന്. അത് ഞാൻ പറഞ്ഞതും അവരുടെ മുഖം പോയി. ബട്ട് ഐ വാസ് ബോൾഡ് എനഫ് ബിക്കോസ് എനിക്കറിയാം മാതാവ് കൂടെ ഉണ്ട്, ഈശോ കൂടെ ഉണ്ട്. അത് ഇന്നല്ല, കുഞ്ഞുനാളും തൊട്ടും എനിക്കുണ്ട്. പക്ഷേ കൃപാസനത്തിൽ വന്ന് അത് ഉറപ്പിച്ചു. അപ്പം ഞാൻ ഇത് പറഞ്ഞത് അവർക്ക് പിടിച്ചില്ല. പ്ലസ് ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും അതിന് ഞാൻ പറഞ്ഞു ഒരു നെഗറ്റീവ് ആൻസറാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് 4 പെർമനൻറ്റ് ജോബ് ഓഫർ ചെയ്തിരുന്നതാണ്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, വി കെ നോട്ട് ഓഫർ യു ദിസ് ജോബ് എന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഐ ക്യാൻ ഓഫർ യു ഫോർ 2 days ഇഫ് യു ആർ ഓക്കെ. ഐ സെഡ് ഇഫ് ദാറ്റ്സ് വാട്ട് ഗോഡ് വിഷസ് ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. 2 days ഞാൻ പോയി. അത് നല്ല ബുദ്ധിമുട്ടാണ്, 2 days ആയിട്ട് മാത്രം പോയാൽ എനഫ് അല്ല നമുക്ക്. അപ്പോൾ ഇങ്ങോട്ട് വരാനും അതായിരുന്നു ഒരു ബ്ലോക്കേജ്. പക്ഷേ മനസ്സിൻ്റെ ആഗ്രഹം മാതാവ് കണ്ടായിരുന്നു, ഈശോ കണ്ടായിരുന്നു. എനിക്ക് ആ 2 days പോയി 4 days ആക്കി തന്നു. ആ ഒരു കാരണം മാത്രമാണ്. നമ്മൾ രണ്ടുപേരും അൺഫോർച്ചുനേറ്റ്ലി കൊച്ചുങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ബിക്കോസ് 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ ഭയങ്കര ടയേർഡും ക്ഷീണമായിരുന്നു. അവരെ തിരിച്ച് പറഞ്ഞു വിടേണ്ടി വന്നു. അല്ലെങ്കിൽ അവരും ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടായിരുന്നേനെ. അതാണ് ഏറ്റവും വലിയതും നമുക്കുണ്ടായത്. അതല്ലാതെ അനുഗ്രഹങ്ങളുടെ പെരുമഴ എന്ന് അച്ഛൻ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ലൈഫിൽ സത്യമാണ്, അത് ഇനിയും മുമ്പോട്ടും സത്യമാണ്. അപ്പം നമുക്ക് ഒരു പൊട്ട ധൈര്യമാണ്. എന്ത് വന്നാലും
ഇറ്റ് ഇസ് ഫൈൻ, ഗോഡ് ഇസ് വിത്ത് അസ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഗോഡ് ഇസ് വിത്ത് അസ്. ആ ഒരു ഉറപ്പായ വിശ്വാസം എനിക്കുണ്ട്. അത് കാരണം എന്തു വന്നാലും പതരത്തില്ല. അതല്ലാതെ നമുക്കൊരു വീട് 2020 നമുക്കൊരു വീട് മേടിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ആ വീടും നമുക്ക് കിട്ടിയ പ്രൈസ് 3 times മാറ്റിയിട്ട് ലോവസ്റ്റ് പ്രൈസിനാണ് നമുക്ക് കിട്ടിയത്. ആ വീട് ഇപ്പം നമുക്ക് അടുത്ത് ഓക്കെ, ഇപ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രൈസിലാണ് അത് വന്നേക്കുന്നത്. സോ അത് വലിയൊരു അനുഗ്രഹം. ആ വീട്ടിൽ മെയിൻ ഫീച്ചർ വാളുണ്ട്. ആ ഫീച്ചർ വാൾ ബ്ലൂ കളറാണ്. ആ ബ്ലൂ ഫീച്ചർ വാളിൽ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഈ മാതാവിൻ്റെ പുറകിൽ നിൽക്കുന്ന ആ വേവിൻ്റെ സെയിം പോസ്റ്ററാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് അറിയാതെ വന്നതാണ്. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹിച്ച വീടാണ്. ഇപ്പോഴും ഞാൻ ചില ദിവസം ഇരുന്ന് ഓർക്കും, ദൈവമേ ഈ വീട് നമ്മുടെ തന്നെയാണോ, നീ ഇത്രയ്ക്ക് നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ, താങ്ക് യു എന്ന് പറഞ്ഞ് എവറി ഡേ താങ്ക് യു പറയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാനുള്ളത്, ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പം ഞാൻ ഓർത്തായിരുന്നു ടെസ്റ്റിമണി പറയാനും ഈശോനെ പറ്റി പറയാനായിട്ട് വഴി എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഐ വിൽ ക്രിയേറ്റ് ഇൻ ഇമെയിൽ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തു, ആവേ മറിയാമെന്നായിട്ടത്. അത് ഇൻറ്റൻഷനലി ആയിരുന്നു. ബിക്കോസ് ആൾക്കാർ എഴുതുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും ചോദിക്കും വാട്ട്സ് യുവർ ഇമെയിൽ ID. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ തിരിച്ചെന്നോട് റിപ്ലൈ ചെയ്യും. ആൻഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ജോലി ലാസ്റ്റ് ഡേ വെക്കേഷന് മുമ്പ് തിരിച്ചു വരുന്നതിന് മുമ്പ് എൻ്റെ ജോബിൻ്റെ പെർമനൻസി പറയാമെന്ന് പറഞ്ഞ് എൻ്റെ മാനേജർ പറഞ്ഞു, ഐ ലെറ്റ് യു നോ ത്രൂ ഇമെയിൽ, ഐ വിൽ സെൻഡ് എൻ ഇമെയിൽ ടു ആവേ മറിയ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ മാനേജറാണ് ആദ്യം എന്നെ സോറി എന്ന് പറഞ്ഞത്, വി കനോട്ട് ഓഫർ യു ദിസ് ജോബ്. ആ മാനേജറുടെ വായിന്ന് തന്നെ ആവേ മറിയ എന്ന് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ദാറ്റ്സ് മൈ വേ ഓഫ് റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ ആൻഡ് മേക്കിംഗ് ദെം തിങ്ക് അബൌട്ട് മദർ മേരി. അതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ അതിൻ്റെ ഉണ്ടായിരുന്നത്. ഞാനെല്ലാം എഴുതി വെച്ചു, ഇല്ലെങ്കിൽ ഞാൻ നീണ്ടുപോയേ കുറേ സംസാരിക്കുന്നൊക്കെ കൂട്ടുക മാതാവിൻ്റെ കാര്യം വരുമ്പോൾ. അപ്പം ഇപ്പോൾ എനിക്ക് 4 ദിവസത്തെ ജോലിയുണ്ട്. സോ അത് കൊണ്ട് മാത്രം തന്നെയാണ് നമ്മളിന്ന് ഇവിടെ വന്നത്. അതല്ലാതെ ഒക്ടോബർ മാതാവിൻ്റെ റാലിക്ക് വരണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. ജിപ്സിന് വരണമെന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ വരാമെന്ന് ഓർത്തു. പക്ഷേ അവരുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയ കാരണം പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്യണം. അത് കുറച്ച് പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, നവംബറിലെങ്കിലും വരാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ബിക്കോസ് കൊച്ചുങ്ങൾക്ക് ഹോളിഡേയ്സാണ്. ഇപ്പോൾ 2 മാസം അവിടെ വെറുതെ ഇരുന്ന് മുഷിയുണ്ടല്ലോ. ഞാൻ ആഗ്രഹം മാത്രമേ പറഞ്ഞോളൂ, ചോദിച്ചില്ല. ഞാൻ ചോദിക്കുന്ന കൂട്ടത്തിലല്ല, എനിക്ക് മടിയാണ്. വെറുതെ എന്തിനാ ഈശോനെ ശല്യപ്പെടുത്തണേ അങ്ങനെ ഓർത്തു. ഞാൻ പറഞ്ഞു, മാതാവേ നവംബറിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് പറ്റുമെങ്കിൽ തരാൻ. അപ്പോഴാണ് ഈ 4 ഡേയ്സിൻ്റെ ഓഫർ വന്നത്. നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു, നെയിം ചേഞ്ചിന് അപ്ലൈ ചെയ്തു, വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇതൊക്കെ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്കും ഒരുവിധം അബ്രോഡ് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് അറിയാൻ ടൈം കൺസ്യൂമിംഗ് ആണ്. മിനിമം 3 months എടുക്കുന്ന സമയം. എൻ്റെ മാതാവ്, എനിക്ക് ഉറപ്പിച്ച് പറയാം, എൻ്റെ മാതാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഇൻ 20 days. അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. 20 days ഇസ് അൺബിലീവബിൾ. അപ്പോൾ 20 daysനുള്ളിൽ നമുക്ക് കിട്ടി. ഞാനൊരു പ്രൈസ് പറഞ്ഞായിരുന്നു. അതായത് പ്രൈസൊക്കെ കൂടുതലാണ്. ടിക്കറ്റ്സിന് പ്രൈസ് ഭയങ്കര ഹൈ പ്രൈസസ് ഉള്ള സമയം. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു നമ്പർ മനസ്സിൽ ഉദ്ദേശിച്ചു, 600. എന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് പെർ ഹെഡ് $450 ആണ്. അതിൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദാറ്റ് ഈസ് ഹൗ ഷീ വർക്ക്സ്, ഹൗ ഈശോ വർക്ക്സ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശോന് ഇഷ്ടമുള്ള പോലത്തെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം മാതാവ് എല്ലാം നടത്തി തന്നെ ഉണ്ട്. ചോദിക്കുന്നതിന് മുൻപേ എൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിലെ കാര്യത്തിലും എല്ലാം ചോദിക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചെയ്യുന്ന ജിപ്സൻ എല്ലാം ഓൾട്ടർനേറ്റ് വീക്സ് പാലിയേറ്റീവ് കെയർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പ്രായമുള്ള എല്ലാവരെയും, നല്ല ബുദ്ധിമുട്ടും ക്യാൻസർ പേഷ്യൻസൊക്കെയാണ്, അവർക്ക് മസാജോ ഫുഡോ എന്താണെന്ന് പറഞ്ഞ് അവർക്ക് അതിൻ്റെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ മുമ്പേ ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ വോളണ്ടിയറിങ്ങിന് പോയെന്ന് ഏജ് കെയറിൽ അവരെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ കൂടെ കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യുകയെന്ന്. സ്പെഷ്യൽ നീഡ്സ് കൊച്ചുങ്ങളുടെ കൂടെ ഞാൻ കാര്യമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. മിണ്ടാൻ പറ്റാത്ത കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റെസ്ട്രെയിൻസ് ഒക്കെ ഇട്ടിരിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ തൊടാനൊന്നും പറ്റത്തില്ല ഈ കൊച്ചുങ്ങളെയൊക്കെ കൂടുതൽ. അപ്പം ഞാൻ എന്നാലും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും മാതാവിൻ്റെ എണ്ണ എടുത്തൊന്ന് ഞാൻ കയ്യിൽ പുരട്ടും. എന്നിട്ട് ഞാൻ പോകുമ്പം ഈ കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും കുരിശ വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഈ കൊച്ചുങ്ങളെ എല്ലാം നീ സുഖപ്പെടുത്തണേ, അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അവർ നിൻ്റെ കൊച്ചുങ്ങളാണ്, അവർക്കൊരു മാറ്റം വരുത്തണേ. അങ്ങനത്തെ ഒരു മാറ്റം ഞാൻ കണ്ടത് ആൻ്റണി എന്ന് പറഞ്ഞൊരു കൊച്ചായിരുന്നു. ആ കൊച്ച് ഒട്ടും സംസാരിക്കില്ലായിരുന്നു. അവൻ എപ്പോഴും ഇങ്ങനെ മുമ്പും പുറകും പോയി ചിരിക്കുമായിരുന്നു, ഓട്ടിസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഞാൻ അവനോട് കുരിശ് വരച്ചിട്ട്
ആൻ്റണി ഈശോ എന്ന് പറയുക, അവൻ ഇവൻച്വലി ഈശോ എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം വാസ് എ ബ്ലെസ്ഡ് ഡേ. അതേപോലെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. തൊടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അവരുടെ ഉടുപ്പുമ്മയാണെങ്കിലും ഒരു കുരിശ് വരച്ച് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ നീ ഇവരെ സ്പർശിക്കണേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നടക്കുമെന്നല്ലേ പറഞ്ഞേക്കണേ, സോ പ്ലീസ് ഡു മേക്ക് ദാറ്റ് ഹാപ്പൻ. അപ്പം അത് ചെയ്യുമായിരുന്നു. പിന്നെ പള്ളിയുടെ വിൻസെൻ്റ് പോൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ സൂപ്പ് കിച്ചൺ ഹോംലെസ് ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും സെർവ് ചെയ്യണതാണ്. നമ്മളല്ല ഭക്ഷണം ഉണ്ടാക്കണേ, കുറച്ച് വോളണ്ടിയേഴ്സ് ഭക്ഷണം ഉണ്ടാക്കും. അപ്പം ജിപ്സൺ മിക്ക സമയത്തും ഓഫീസ് കഴിഞ്ഞ് നേരെ അവരുടെ സെർവ് ചെയ്യാനും അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാനായിട്ട് പോകും. ഈസ് ടു ഗുഡ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ആൻഡ് മാതാവ് എല്ലാ അമ്മമാരെയും പോലെ മാതാവ് ഉറപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഈശോ പറയണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവ് ചോദിക്കുന്നതിന് മുമ്പേ നമുക്കത് അനുഗ്രഹം തന്നിരിക്കും. ആ ഒരു പൊട്ട ധൈര്യം എല്ലാവർക്കും വരട്ടെ എന്നുള്ളൊരു ഇതിൽ ഞാൻ അമ്മ മാതാവിനും ഈശോയിനും എപ്പോഴും നമ്മുടെ ഫാമിലി കടപ്പെട്ടിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം സിസ്റ്റർ, നമ്മൾ ഉടമ്പടിയുടെ ഉപ്പും എണ്ണയും കിട്ടിയത് എല്ലാ കാര്യത്തിനും, ആൾക്കാർക്ക് സുഖമില്ലാത്ത ആൾക്കാർക്കും കൊച്ചുങ്ങൾക്കാണെങ്കിലും ദിവസം ഞാൻ ഉപ്പ് കൊടുക്കും, ഒരിക്കലും ഇവരെ തെറ്റു വഴിക്ക് കൊണ്ടുപോകല്ലേ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടമ്പടി വസ്തുക്കളും കാര്യമായിട്ട് യൂസ് ആവുന്നുണ്ട്. എല്ലാവർക്കും വല്ലാത്ത വിശ്വാസമാണ്, കൊച്ചുങ്ങൾക്കും. ഈവൻ മൈ 10 year old എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഉപ്പെടുത്ത് കൊണ്ടുവരും. ആൻഡ് സോറി, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ റീസെൻ്റായിട്ട് എനിക്ക് ഒരു സിസ്റ്റ് വന്നായിരുന്നു. അപ്പം ഞാനത് യൂഷ്വലി എനിക്ക് മടിയാണ് ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പം എന്നാലും കൂടുതലായപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, അവർ ആൻറ്റിബയോട്ടിക് തന്നു, ഒരു യൂസും ഉണ്ടായിരുന്നില്ല, അത് കൂടുതലായേ ഉള്ളൂ. അപ്പം എൻ്റെ മോള് ചെറിയ ആൾ വന്നിട്ട് അവൾ കണ്ടു ഒരു ദിവസം. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്ന് പറഞ്ഞ് ദിവസവും രാത്രി അവൾ എണ്ണ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഞാൻ എണ്ണയിട്ട് കുരിശ് വരച്ച് ഐ ബിലീവ് ഇൻ ചെല്ലുമായിരുന്നു. അങ്ങനെ ചെല്ലി, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിത്തിൻ 3 to 4 days ആ സിസ്റ്റം കാണാനില്ല, ആ സ്വെല്ലിങ്ങും കാണാനില്ല, ഒന്നുമില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ പറയും അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഫക്റ്റാണ്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ തന്നെ, എൻ്റെ കൊച്ചുമോളും വിശ്വസിക്കുന്നു. ആൻഡ് ഷീ വാസ് ലൈക്ക് സർപ്രൈസ്ഡ്. അപ്പം എപ്പോഴും നമ്മൾ മാതാവിനോടും ഈശോനോടും കടപ്പെട്ടവരായിരിക്കും, മരിക്കണമായിരിക്കും. നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാനും പറ്റണേന്ന് ഉള്ളത് മാത്രമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ശുദ്ധാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 2024 സെപ്റ്റംബറിലാണ് ഉടമ്പടി എടുത്തത്. ആദ്യമൊന്നും എനിക്ക് മാതാവിൽ വിശ്വാസമില്ലായിരുന്നു. എൻ്റെ അമ്മ വഴിയാണ് എനിക്ക് മാതാവിനോട് അടുക്കാനും വിശ്വാസം തോന്നാനുമുള്ള കാരണം. എൻ്റെ കുഞ്ഞിന് 4 വയസ്സുള്ളപ്പോൾ തൊട്ട് എപ്പോഴും ശ്വാസം മുട്ടലും അലർജിയുടെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ മാസവും ESI ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എപ്പോഴും ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്നു. ഒരു ദിവസം കുഞ്ഞിന് ഭയങ്കരമായിട്ട് നിമോണിയ കൂടി, അവന് ഭയങ്കരമായിട്ട് ചൂടും ഭയങ്കര ക്ഷീണവും അസ്വസ്ഥതയൊക്കെ തോന്നി ഞങ്ങൾ ESIയിൽ അഡ്മിറ്റായി. അപ്പം കുഞ്ഞിന് ഭയങ്കര ചൂടായിരുന്നു, 108 ഡിഗ്രിയൊക്കെ പനിയായിരുന്നു. എൻ്റെ കൂടാണ് എൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. കുഞ്ഞ് കണ്ണുപോലും തുറക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുകയും കുഞ്ഞിന് അവനൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. അവനങ്ങ് ഭയങ്കര ക്ഷീണവും തളർച്ചയും കണ്ണുപോലും തുറക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഡോക്ടർമാർ പോലും പറഞ്ഞു എന്താ ചെയ്യേണ്ടത്, നമുക്ക് പ്രാർത്ഥിക്കാം, ടെസ്റ്റുകളൊക്കെ നടത്താം എന്ന് പറഞ്ഞു. അപ്പം 3 കിലോമീറ്റർ അപ്പുറമായിരുന്നു ടെസ്റ്റുകൾക്കുള്ള റിസൾട്ടുകളൊക്കെ കിട്ടുന്നത്. പൊടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പം അമ്മ ടെസ്റ്റിന് റിസൾട്ട് മേടിക്കാൻ പോയി. അപ്പോഴത്തേക്ക് കുഞ്ഞങ്ങ് കണ്ണൊക്കെ അങ്ങ് പുറകോട്ട് പോയി, അങ്ങ് തളർന്നങ്ങ് പോയി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനിരുന്ന് കരയോ, എന്ത് ചെയ്യണമെന്ന് ഒരു ധൈര്യം ഇല്ലായിരുന്നു. തീ പോലെ ചൂടുമായിരുന്നു. അമ്മയെ ഫോൺ വിളിച്ചു, അമ്മേ എൻ്റെ കൂടെ എന്നോട് പെട്ടെന്ന് ഒന്ന് വരാമോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, കുഞ്ഞങ്ങ് ക്ഷീണിച്ച് തളർന്നു പോവുക. അപ്പം അമ്മ പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, മാതാവ് നിൻ്റെ അടുക്കലോട്ട് വരുന്നുണ്ട്, നീ പേടിക്കല്ല്, നീ ധൈര്യമായിട്ടിരി, കുഞ്ഞ് നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ തളർന്നു പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെയോ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അപ്പോഴത്തേക്കിനും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കൊച്ച് അവിടെ വന്നു. അത് സ്കൂളിൽ എന്തോ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ അടുക്ക വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരുവാ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം മോൻ എന്താ പറ്റി ചേച്ചിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോന് പനി കൂടിയതാ, ന്യൂമോണിയയാണ്, അവൻ മിണ്ടുന്നുമില്ല, സംസാരിക്കുന്നില്ല, ഭയങ്കര ചൂടും മാറുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പും തൈലവും പിന്നെ അപ്പം ഞാനതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ അമ്മയുടെ കയ്യിലും അതുണ്ട്. അമ്മ എന്നോട് പറയായിരുന്നു, മോനെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. മരുന്ന് കൊടുത്താലല്ലേ അസുഖം മാറുള്ളൂ, ഉപ്പും തേനും എങ്ങനെയാണ് അസുഖം മാറ്റുന്നതെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്.
അപ്പം ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി വിശ്വസിച്ചിത് കൊടുക്കുക, ഒത്തിരി പേർക്ക് അസുഖങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള മാതാവാണ്, ചേച്ചി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് കുഞ്ഞിന് ആ ഉപ്പും തേനും കൊടുത്ത് കാശ് രൂപം അവൻ്റെ തലയ്ക്ക് വെച്ച്, ആ കുട്ടി ഒരു പത്രവും എൻ്റെ കയ്യിൽ തന്നായിരുന്നു, അത് അവൻ്റെ തലേണയുടെ അടിയിൽ വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും 108 ഡിഗ്രി മാറി 106 ഡിഗ്രി ആയി, പിന്നെ 102 ഡിഗ്രി ആയി. അവൻ്റെ ചൂട് പതിയെ വിടാൻ തുടങ്ങി. പിന്നെ അവൻ എണീറ്റിരിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനാകെ ഉഷാറായി. അങ്ങനെ അവൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് പിന്നെ അവനെ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ കുട്ടി ശരിക്കും മാതാവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും അവൻ നല്ലപോലെ കുറയുകയും അവൻ്റെ അസുഖം പാടെ ഒരുമാതിരി നല്ലപോലെ മാറി. അപ്പോൾ പിറ്റേ ദിവസം ആ കുട്ടി അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആദിത്യ മോനെ, ചേച്ചി ഇന്നലെ വന്നായിരുന്നു, നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവനന്നേരം ഒരു ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. അന്നേരം അവനിങ്ങനെ നോക്കി ചിരിച്ചു. അവന് നിനക്കൊരു കുഴപ്പമില്ലടാ, ഞാൻ അവിടെ പോയി അച്ഛനോട് പറഞ്ഞ് നിൻ്റെ കാര്യം പ്രാർത്ഥിച്ചായിരുന്നു, ഇനി നീ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിക്കണം, നിനക്കൊരു കുഴപ്പവും വരികയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ മോൻ 8 വയസ്സുണ്ട്. അതിൽ പിന്നെ ഇതുവരെ അവന് ശ്വാസം മുട്ടലോ അങ്ങനെ ഒരു അഡ്മിറ്റ് ആവേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ യേശു മാറ്റി തന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കുഞ്ഞ് ഇപ്പോഴും നല്ല ഉഷാറായിട്ടിരിക്കുന്നത് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയോടെ വേണമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടെന്ന് പറയുന്ന ഒരു റോഡ് സൈഡിലാണ്. അപ്പോൾ അവിടെ ഭയങ്കര ഒരുപാട് ഇറച്ചിക്കടകളും ഹോട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര പട്ടിശല്യമാണ്. ഒരു 7-8 പട്ടികൾ ഞങ്ങൾ മുറ്റത്തൂടുള്ള സ്റ്റെയർ, പെരയുടെ മുകളിലോട്ടുള്ള സ്റ്റെയർ മുറ്റത്തൂടെ ആയിരുന്നു, പുറയിലൂടെ ആയിരുന്നു. അപ്പം ഒരു 6-7 പട്ടിയെങ്കിലും ഞങ്ങളുടെ പെരയുടെ മുകളിൽ കാണും. രാത്രി ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഓലിയാടിയിലും കൂവലും ഒക്കെയാണ്. കുഞ്ഞുങ്ങൾ പേടിച്ച് എണീറ്റിരുന്ന് രാത്രി ഭയങ്കര കരച്ചിലും, അമ്മ പേടി, അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാനപ്പം അവിടെ അങ്ങോട്ട് സ്റ്റെയറിൻ്റെ അവിടെ കമ്പ് കെട്ടുകയും ഓരോ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അതെല്ലാം നശിപ്പിച്ച് പിന്നെയും ഭയങ്കര പട്ടിശല്യമായിരുന്നു. പറമ്പ് തോറും ഞങ്ങളുടെ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഞങ്ങളുടെ കാർപോർച്ചിലും തിണ്ണയിലും ഒക്കെ പട്ടിയായിരുന്നു. ഞാൻ ഉപ്പിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇനി ഇതിവിടെ കയറി വരല്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും പേടിയാണ്, ഇനി ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പറമ്പിൽ പോലും ആ പട്ടിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ബാത്റൂമിലാണേലും ഞങ്ങളെങ്ങനെ വൃത്തിയായിട്ട് കാട് തെളിച്ചിട്ടാലും എങ്ങനെ വൃത്തിയായിട്ട് കഴുകിയെന്ന് പറഞ്ഞാലും പാമ്പും കുഞ്ഞുങ്ങൾ വരുമായിരുന്നു. 1, 2, 3 തവണ വന്നു. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമാണ്, ബെഡ്റൂമിലേക്ക് കയറി വരാൻ അധികം താമസമൊന്നും വേണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടതിന് ശേഷം ഇന്ന് വരെ ഒറ്റ പാമ്പും കുഞ്ഞുങ്ങൾ ഈ 2 വർഷത്തിനോടകം ബാത്റൂമിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഇടത്തെ ബ്രസ്റ്റിലായിട്ടൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര പേടിയും വിഷമമായിരുന്നു. ഞാൻ ഗൈനക്കോളജിയെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. സർജനെ കാണിച്ചപ്പോഴത്തേക്കിനും മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാം എന്നൊക്കെ കേട്ടപ്പോഴേ എൻ്റെ BP കൂടി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. 2 മക്കളുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പ്രായത്തിൽ അമ്മയല്ലാതെ മക്കൾക്ക് വേറെ ആരുണ്ടേലും അത് തികയുമോ, അമ്മ തന്നെ വേണം, എനിക്ക് പേടിയാ, എനിക്കൊരു അസുഖം ഉണ്ടാവില്ലേ എന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാമോഗ്രാം ചെയ്യാനായിട്ട് പോയപ്പോൾ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ എന്നേക്കാൾ വലിയൊരു രൂപം എനിക്കിങ്ങനെ കണ്ടു. ഞാനിങ്ങനെ മേളോട്ട് നോക്കി, വലിയൊരു രൂപം മാതാവിൻ്റെ. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു കുഴപ്പം ഉണ്ടായിരിക്കല്ലേ, ഞാൻ മാമോഗ്രാം ചെയ്യാൻ പോവുകയാണ്. ചെയ്തിട്ട് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചേച്ചി എവിടെയാണ് മുഴ, എവിടെയാണ്, ഞാനൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ട് യേശു അതെനിക്ക് മാറ്റി തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ പ്രശ്നമാണ്, ഒരു തടിപ്പ് പോലും എനിക്ക് കാണാനില്ല. ചെറിയൊരു തടിപ്പ് പോലെ തോന്നുന്നുണ്ട്, അത് ഫാറ്റ് ഇഷ്യൂ കൊണ്ടുള്ളതാണ്, അല്ലാതെ ചേച്ചി പേടിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മയെ ഞാൻ വന്ന സാക്ഷ്യം പറഞ്ഞോളാം, എനിക്കെൻ്റെ മക്കളെ വളർത്തണം, എനിക്കൊരു അബദ്ധം വരുത്തല്ലേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് അമ്മ വഴിയുള്ള മധ്യസ്ഥത വഴി യേശു സഹായിച്ചതെന്നാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കാറുള്ളപ്പം എല്ലാം പ്രാർത്ഥിച്ച് 10 മിനിറ്റോളം മാതാവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. പത്രം കൊടുത്തിട്ടുള്ളപ്പോൾ ഒന്നും ആരും നിരസിച്ചിട്ടില്ല. അത് എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പത്രം വാങ്ങിക്കുന്ന എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് മാതാവിൻ്റെ പത്രം എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു ജോലിയില്ല, എന്നാലും എന്നാൽ കഴിവത് ഞാൻ മറ്റുള്ളവരെ എല്ലാവരെയും സഹായിക്കാറുണ്ട്. ഗവൺമെൻറ് ആശുപത്രികളിൽ പോകാറും ചോറും പൊതി കൊണ്ട് കൊടുക്കാറും ഒക്കെ ഉണ്ട്. വയ്യാത്തവർക്ക് പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് അവരൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അതൊക്കെ ഉടമ്പടി ജീവിച്ചതിന് ശേഷമാണ് എനിക്കതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ആദ്യമൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് ഉള്ളതുപോലെ ഉള്ളതിൻ്റെ ഒരു 100 രൂപയാണെങ്കിലും ഒരു 50 രൂപ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു തൃപ്തി തന്നെയാണ്. ഉടമ്പടിയിലിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു സംരക്ഷണ കവചം നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നോ എന്നുള്ളതല്ല, നമുക്ക് മാതാവിനെ പ്രാർത്ഥിക്കാം,
പ്രാർത്ഥിക്കാൻ പറ്റുക, യേശുവിൻ്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ മാതാവ് വഴി നമുക്ക് നേടിക്കിട്ടുന്ന അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്കാണേലും വയ്യാതെ ആര് വന്നാലും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഞാനതെല്ലാം അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവരുടെ എല്ലാം കാര്യങ്ങളും മാതാവ് വഴി സാധിക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും വന്ന് പറയാറുണ്ട്, ഞങ്ങൾക്കും ഇനി മാതാവിൻ്റെ അടുക്ക പോകണം, നിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പം, നീ സാക്ഷ്യം പറയാൻ പോകുന്ന കേട്ടപ്പം ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു ധൈര്യമാണ്, നിന്നോട് വന്ന് പറഞ്ഞാൽ മാതാവ് കേൾക്കും, നീ പ്രാർത്ഥിച്ചാൽ യേശു അത് നടത്തി തരും എന്നൊരു വിശ്വാസമാണ്. അപ്പം ഒത്തിരി പേരോട് ഞാൻ മാതാവിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. അതെല്ലാം എനിക്ക് സഹായിച്ചു തന്നത് ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. മാതാവിന് ഈശോയ്ക്ക് ഒരു കോടിക്കോടി. സംഗീത, ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഏറ്റവും അയോഗ്യയായ എന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിയിൽ നിർത്തിയ അമ്മയ്ക്ക് 1000 നന്ദി. എനിക്കതിനുള്ള യോഗ്യതയില്ല. ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ പോലും സാക്ഷ്യം പറയുവാനുള്ള ഒരു മൈൻഡൊന്നും അല്ലായിരുന്നു. അച്ഛൻ്റെ ക്ലാസ് കേട്ടതിൻ്റെ ഇടയിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, 4ഉം 5ഉം ഉടമ്പടി പുതുക്കിയിട്ടും സാക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ദൈവം നായിക്കാട്ടത്തിൻ്റെ വിലയാണ് തന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒന്നും ആയില്ലല്ലോ മാതാവേ, ഞാൻ എന്ത് പറയുന്നത്? അപ്പം മാതാവ് എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നു. അതായത് പുതുക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങിയത്. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹം എന്ന് പറയുന്നത് 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം കുറേ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആ സാഹചര്യത്തിൽ എനിക്കൊരു ഡെങ്കു ഫീവർ അഫക്റ്റ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത് ബ്ലഡ് കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 ഡേയ്സൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. ഒരു 8 ഡേയ്സ് ആയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഭയങ്കര കൗണ്ട് കുറവാണ്, എത്ര ബ്ലഡ് കയറ്റിയിട്ടും കൗണ്ട് കയറുന്നില്ല, ടാബ്ലറ്റ്സ് എടുത്തിട്ടും കൗണ്ട് കയറുന്നില്ല, ICU പോകേണ്ട സ്റ്റേജ് വരെ എത്തി. ഇനിയും കുട്ടി കുറച്ചെങ്കിലും ഓക്കെ ആയിട്ടുള്ളത് അത് മിറാക്കിൾ തന്നെയാണ്, പക്ഷെ ഭയങ്കര ലോ ആയിട്ട് വരികയാണ് ബ്ലഡ് കൗണ്ട്, അങ്ങനെയെന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്താണ് ഡോക്ടർ കുറേ പറഞ്ഞത്. അമ്മ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കാണെങ്കിൽ നിൽക്കാനൊന്നും പറ്റുന്നില്ല, ബ്ലഡ് കൗണ്ട് കുറഞ്ഞിട്ട് വീഴാൻ പോവാണ്, ഭയങ്കര സീരിയസ് ആയ ഒരു കണ്ടീഷൻ തന്നെയാണ്. ICUയിൽ കയറ്റിയില്ല എന്ന് തന്നെ ഉള്ളൂ. ആ സ്റ്റേജ് വരെ പോയി. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു കൗണ്ട് കുറവാണ്, ഇനി എന്ത് വേണമെങ്കിൽ ആവാം, ബ്ലഡ് വന്നിട്ട് നഖത്തുനിന്ന് നമ്മുടെ രോമത്തുനിന്ന് അങ്ങനെയൊക്കെ ബ്ലഡുകൾ വരാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അത് ഈ സ്റ്റേജിൽ വന്നിരിക്കണം, പക്ഷേ ഇവൾക്ക് വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പം തന്നെ പറയണം, നമുക്ക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്. ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനെ ഉടമ്പടി ബ്രേക്ക് ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിച്ചു. അപ്പം തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം എടുത്ത് കേട്ട് ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് കുറേ കിവി ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ ബ്ലഡ് കൗണ്ട് കൂടുന്നു പറഞ്ഞിട്ട് അതൊക്കെ 8 ദിവസത്തിൽ കുറേ ട്രൈ ചെയ്തു. പിന്നെ ബ്ലഡ് കൗണ്ട് കൂടാൻ വേണ്ടി ബ്ലഡ് കയറ്റി, എന്നിട്ട് പോലും എൻ്റെ ബ്ലഡ് കൗണ്ട് കൂടിയില്ല. ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടിട്ട് ഉടമ്പടി തൈലം അന്നത്തെ രാത്രി കഴിച്ചു. നാക്കിൽ പുരട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത്ര പേരുടെ അടുത്തും ഫുള്ളും പോയിട്ട് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് അമ്മയ്ക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുടുംബം ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കാരണം കൃപാസനം മാതാവാണ്, ഈശോയാണ്. അതൊക്കെ അമ്മ പറയും. അവരെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്, അവർ പറയും. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഉടമ്പടി പേപ്പർ കൊടുത്തു, ഉടമ്പടി പത്രിക കൊടുത്തു, അവിടുത്തെ ഉപ്പ് കൊടുത്തു. നിറയെ പേർക്ക് അപ്പം തന്നെ കേട്ടിട്ട് ഞങ്ങളിവിടെ വരാം ഉടമ്പടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ ആ വിശ്വാസം കൊടുത്തിട്ട് അന്നത്തെ രാത്രി ഉറങ്ങി. രാവിലെ എണീറ്റ് എൻ്റെ ബ്ലഡ് കൗണ്ട് സിസ്റ്റേഴ്സ് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൗണ്ട് ഇൻക്രീസ് ആവാൻ തുടങ്ങി. അതായത് ആ 8 ദിവസത്തിൽ ഒരു പൊട്ട് പോലും ഇൻക്രീസ് ആവുന്നുണ്ടായിരുന്നില്ല, ഡൗൺ ആയി പോവായിരുന്നു. ഈ പ്രവൃത്തി ഉടമ്പടി തൈലം കഴിച്ച ശേഷം നന്നായിട്ട് ബ്ലഡ് കൗണ്ട് വന്ന് ഇൻക്രീസ് ആവാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വർഷങ്ങളായിട്ടുള്ള നടുവേദനയായിരുന്നു. അതും ഉടമ്പടി തൈലും ഉപ്പും ഉപയോഗിച്ചിട്ട് എനിക്ക് മാറി കിട്ടി. പിന്നെ വന്നിട്ട് എനിക്ക് രാത്രിയിൽ പെട്ടെന്ന് പാനിക് അറ്റാക്ക് ആവും. അതായത് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെ ഉറക്കത്തിൽ അങ്ങനെ എണീറ്റൊക്കെ ഇരിക്കും. ആ സമയത്തൊക്കെ ഉടമ്പടി തൈലും ഉപ്പും കഴിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനാ ബുക്ക്, ഉടമ്പടി ബുക്ക് ഞാൻ നെഞ്ചത്ത് വെച്ച് ഉറങ്ങും. അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കാഷ്വലായിട്ട് ഇങ്ങനെ പാനിക് അറ്റാക്ക് വരുമ്പോൾ
അങ്ങനെ മയങ്ങും, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരണം, എന്നിട്ടൊക്കെയാണ് മാറുക. പക്ഷേ നീ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു ആ സമയത്ത് അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിൻ്റെ ബുക്ക് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചാൽ എനിക്ക് നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നല്ല വിശ്വാസമുണ്ട്, ഒരു ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത്, ഇല്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കണ്ടാൽ മാത്രമേ അത് മാറുള്ളൂ അങ്ങനെ പറഞ്ഞിരുന്നു. ആ ഡോക്ടർ പറഞ്ഞ ശേഷം അതാണ് ഞാൻ ലാസ്റ്റായി ഡോക്ടറെ കണ്ടത്. അതിന് ശേഷം പിന്നെ എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടില്ല. നടുവേദന അതുപോലെ മാതാവ് മാറ്റി തന്നു. പിന്നെ ഏറ്റവും വലിയൊരു മിറാക്കിൾ എന്ന് പറയുന്നത്, എൻ്റെ അക്കൗണ്ടിൽ ഒരു 55,000 രൂപ ബ്ലോക്കായിരുന്നു. അതായത് അക്കൗണ്ട് ഫ്രീസായി. അത് എൻ്റെ മാത്രം ക്യാഷല്ല, കുറച്ച് പേരുടെ ക്യാഷാണ്. എനിക്ക് അറിയില്ലായിരുന്നു സേവിങ് അക്കൗണ്ടിൽ കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഫണ്ടൊക്കെ നടത്തുന്നത് കൊണ്ട് പല ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻസ് ആയി അതിൽ. അപ്പോൾ അവർ പെട്ടെന്ന് ഫ്രീസ് ചെയ്തു. 55,000 രൂപ ഫ്രീസായി. അതിൻ്റെ പുറകിൽ ഞാനൊരു 1.5 മാസത്തോളം നടന്നു. അവർ പറയണത് കറക്റ്റായിട്ടുള്ള പ്രൂഫ് ഇല്ല, നിങ്ങളൊരു ചിട്ടൊക്കെ നടത്തുകയാണെങ്കിൽ അതിനുള്ള എല്ലാ ലൈസൻസ് അതിൻ്റെ ഇതൊക്കെ IT ഫയൽ ചെയ്യണം, അങ്ങനത്തെയൊക്കെ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെ കുറേ നടന്നു. എനിക്ക് ആ പൈസ കിട്ടണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചിട്ടി എടുത്തവർക്ക് അത് കൊടുക്കണമല്ലോ, എൻ്റെ മാത്രം ക്യാഷല്ല, അവരുടെയും കൂടെ ആണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് ആ സമയത്ത് പോലും ഞാൻ കുറേ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ആവശ്യം വരുമ്പോൾ മാത്രം തൊഴുതിയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ 1.5 മാസം ടൈം എടുത്തത്. ആ 1.5 മാസം സമയത്ത് ഞാൻ ആ ലാസ്റ്റത്തെ ദിവസം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, രാത്രിയെല്ലാം പ്രാർത്ഥിച്ചു. രാവിലെ പ്രത്യക്ഷീകരണ പ്രയർ ചൊല്ലി, രാത്രിയെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആവുന്നില്ല. രാവിലെ ആയി, മോർണിംഗ് പ്രയർ കഴിഞ്ഞു, എന്നിട്ടും ഒരു ആത്മവിശ്വാസത്തിൽ ചെയ്യുന്നുണ്ട്, എന്നിട്ടും മാതാവ് ചെയ്ത് തന്നില്ല. കറക്റ്റ് 7:16 രാവിലെ 7:16 ഒരു ബാങ്കും വർക്കിംഗ് അല്ല. അന്ന് ആ സമയത്ത് ആരും വന്ന് അൺഫ്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തും 7:16 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നോക്കി, ആയില്ല. പിന്നെ ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്ക് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുക്കണം, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കേണ്ടി വരും, മാതാവേ ഇതെനിക്ക് നീ അൺഫ്രീസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരുപാട് വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണം പ്രയർ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ അമ്മയ്ക്ക് കഴിയാത്തതായി ഒന്നുമില്ല, പിതാവായ ദൈവം ഈ ഭൂമിയുടെ മേലും സ്വർഗത്തിൻ്റെ മേലും അങ്ങേക്ക് അധികാരം തന്നതിൽ പ്രതി ഞാൻ ചോദിക്കുന്നു. ആ അധികാരത്തെ ഞാൻ വിശ്വസിക്കുന്നു മാതാവേ, ആ അധികാരത്തെ നീ സത്യമാക്കണം. അത് സത്യമാണെങ്കിൽ ഇപ്പം ഈ പൈസ ഒന്നിൻ്റെ ആവശ്യമില്ല, ടൈമിങ്ങോ മാനേജറിൻ്റെയോ ആരുടെ ഒരു പ്രൂഫിൻ്റെ ആവശ്യമില്ലാതെ ഈ പൈസ ഇപ്പം ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞ് 7:17 ഞാനിത് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് രൂപ മുറുക്ക പിടിച്ച് ഉപ്പിട്ട് വിശ്വാസം പ്രമാണം ചൊല്ലി 7:18 ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ ക്യാഷ് വന്ന് ട്രാൻസ്ഫർ ആയി. അതെനിക്ക് ഏറ്റവും വലിയൊരു സാക്ഷിയാണ്. അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എൻ്റെ അടുത്ത വീട്ടിലുള്ളവർക്കായാലും ഹസ്ബൻഡിനായാലും നിറയെ അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറയാൻ ഇപ്പോൾ പറ്റില്ല, അവരില്ലാത്തത് കൊണ്ട് പറ്റില്ല. അതൊക്കെ വലിയ കാര്യങ്ങളാണ്, അത് അവർ വന്നിട്ട് പറയും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ GH കൊണ്ടുപോയിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതും വന്നിട്ട് വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് മാതാവിനെ അറിയാം, അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഈശോയെ മാത്രം തൊഴുതുന്ന ചർച്ച്, അത് പെന്തക്കോസ്ത് അങ്ങനെയൊക്കെ പറയും. അതായത് തമിഴ്നാടാണ്. എനിക്കത് എങ്ങനെയാണ് പറയാമെന്നറിയില്ല. അവിടെ പോയി എനിക്ക് മാതാവിനെ കൊടുക്കാൻ പത്രമൊക്കെ കൊടുത്ത് അവരോട് പറയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരമ്മ വന്നിട്ട് അവരുടെ മോൻ ഇങ്ങനെ കിഡ്നി ഫെയിലിയറായിട്ട് ഇതേപോലെ ആ പെന്തക്കോസ്ത ചർച്ചിൽ കിടന്ന് കരയായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ പോകാൻ കാരണം, ഞാൻ GH ഇങ്ങനെ പത്രം കൊടുത്തിട്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ, ഒരു ചേച്ചി കരഞ്ഞുകൊണ്ടേ ഇരിക്കണു, എല്ലാവരുടെ അടുത്തും ചാർജർ ചോദിക്കണു, ഓടണു, ആരും ഹെൽപ്പ് അതായത് അവരെ കണ്ട ഒരു പാവം, അങ്ങനത്തെ അത്രയ്ക്കും പാവം. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യണില്ല. അപ്പം ഞാൻ പോയി എന്താ ചോദിച്ചപ്പോൾ ഇങ്ങനെ അറ്റാക്ക് വന്നിട്ട് കൊണ്ടുവന്നാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ആധാർ കാർഡിൻ്റെ ഫോട്ടോ വേണം, ആരും ചാർജർ തരുന്നില്ല, തമിഴിലാണ് പറയുന്നത്, ആരും ചാർജർ തരുന്നില്ല, ഒന്ന് വാങ്ങി തരുമോ പറഞ്ഞ് എൻ്റെ അടുത്ത് കരയായിരുന്നു. അപ്പം ഞാൻ ഓരോരുത്തരുടെ അടുത്തായി പോയി ചോദിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാം, ഒന്ന് ചാർജർ കൊടുക്കുമോ? അങ്ങനെ അവർ ഒന്നും കൊണ്ടുപോയില്ല. ചാർജർ തരുമോ എന്ന് ചോദിച്ച് അവർക്കത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചാർജർ ഇടിപ്പിച്ചിട്ട് ഞാൻ ഓട്ടോ പിടിച്ച് കടയിൽ പോയിട്ട് അവർക്കൊരു ചാർജർ, അതായത് അവരുടെ ഹസ്ബൻഡ് മരിച്ചിരുന്നു, അവർ പറഞ്ഞിരുന്നു, പക്ഷെ അത് അവർ ആക്സെപ്റ്റ് ചെയ്യണില്ല. എനിക്ക് ആ സമയത്ത് അറിയില്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന് എനിക്ക് അറിയില്ല. കുട്ടികളാണെങ്കിൽ 1.5 വയസ്സ്, 2.5 വയസ്സ്, ഒരു 5 വയസ്സ് പ്രായമുള്ള 3 കുട്ടികൾ. ഇതും ആ ചേച്ചിയും ആ ചേച്ചിയുടെ അനിയത്തിയും ഈ കുട്ടികളും അവിടെ കടന്ന് കരയാണ്. പക്ഷേ ഹസ്ബൻഡ് മരിച്ചത് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് അങ്ങനെയല്ല പറയണത്, ചേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, ഇങ്ങനെയാണ് പണ്ടാണ് അവർ പറയണത്. ഞാൻ കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പത്രമൊക്കെ കൊടുത്തു, പക്ഷേ എനിക്കും അറിയില്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന്. ഞാൻ പിന്നെ പോയി ചാർജറും ആ കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം, കുട്ടികൾ വിശന്ന് കരയാണ് അവിടെ കിടന്നിട്ട്, അവർക്ക് ബിസ്ക്കറ്റ് സ്നാക്സൊക്കെ വാങ്ങി കൊടുത്തിട്ട് ആരും അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയി
സംസാരിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അവർ കൊണ്ടുവന്ന കുറച്ച് നേരത്തിൽ തന്നെ മരിച്ചു, ഞങ്ങൾ പറഞ്ഞ ആ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുകൾ എന്തൊക്കെയോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ കുറേ ചീത്ത പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കാരണം, മാതാവേ ആ ചെറിയ കുട്ടികൾ അവരെന്ത് ചെയ്യും, നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അപ്പം ഞാൻ കരഞ്ഞിട്ടാണ് ആ ബന്ധക്കൊസ്ത ചർച്ചയ്ക്ക് ഞാൻ അവിടെ നിർത്തി, പ്രേക്ഷിത പ്രവർത്തനം അവിടെ നിർത്തിയിട്ട് ഞാൻ ആ ബന്ധക്കൊസ്ത ചർച്ചയിൽ പോയി ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ആ കുട്ടികളെ ഓർത്ത് 2 ചേച്ചിമാർ 22ഉം 23ഉം വയസ്സൊക്കെ കാണുള്ളൂ, ചെറിയ ചെറിയ ചേച്ചിമാർ. അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അമ്മ ഓടി വന്ന് അവിടെ നെഞ്ചത്തടിച്ച് കരയണത്. മകന് കിഡ്നി ഫെയിലിയർ ആണ്, ഒന്നുമില്ല, ഇനി വരും 2 മണിക്കൂറേ ഡോക്ടർ ടൈം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയണത്. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് മാതാവിനെ അതായത് പ്രേക്ഷിത പ്രവർത്തനം നിർത്തി ഞാൻ അവിടെ പോയ കരഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് മാതാവ് എന്നെ അവിടുത്തെ ചർച്ചിൽ വെച്ച്, അതും മാതാവില്ലാത്ത ചർച്ചിൽ വെച്ച് എന്നെ മാതാവിനെ പറയിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അമ്മയില്ലാതെ മകനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും അവിടെ നടന്ന അത്ഭുതങ്ങളൊക്കെ ഇതിലുണ്ട്. അവർക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ. തമിഴ് പത്രം കൊടുത്ത്, അതായത് കരഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ മയങ്ങിയ ചേച്ചിയെ ഈ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ച് ചേച്ചി എനിക്ക് നന്ദി പറഞ്ഞ് എൻ്റെ അവർക്ക് എന്തായി എന്ന് എനിക്കറിയില്ല, പക്ഷെ കരഞ്ഞ് മയങ്ങിയ ചേച്ചിയെ നല്ല സന്തോഷത്തോടു കൂടെ തിരിച്ചയക്കാൻ എനിക്ക് പറ്റി. പിന്നെ അവരെന്തായി എന്ന് എനിക്കറിയില്ല. ഇതുപോലെ കുറേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അപ്പച്ചൻ ഡ്രസ്സില്ലാതെ കീറിയ ഡ്രസ്സിട്ട് റോഡ് സൈഡിൽ കിടന്നപ്പോൾ ഞാൻ പോയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് ഉടുപ്പിച്ചു, ട്രൗസർ വാങ്ങി കൊടുത്തു, ഇടിപ്പിച്ചു, ചായ വാങ്ങിക്കൊടുത്തു. നിറയെ പേർക്ക് ഇതുപോലെ റോഡരികിൽ കാണുന്നവർക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനൊന്നും അറിയില്ല, കുട്ടികളെയൊക്കെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ ആരും അറിയാതെ പോയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറേ കാരുണ്യ പ്രവൃത്തികളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം ഒരു ഹിന്ദുവായ എന്നെ ഇത്രത്തോളം എത്തിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും